എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ റിലീസിലെ രണ്ടാമത്തെ പടമായിട്ടുള്ള ഗുഡ് ബാഡ് അഗ്ലി, നമ്മുടെ അജിത്തിൻ്റെ, നമ്മുടെ ആദിക് രവിചന്ദ്രൻ ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ അജിത്ത് നായകനായ ഗുഡ് ബാഡ് അഗ്ലി ഞാൻ ഇന്നലെ കണ്ടു. ഒറ്റ വാക്കി പറഞ്ഞ അജിത്ത് ആരാധകർക്ക് വേണ്ടി ഒരു അജിത്ത് ആരാധകൻ ഒരുക്കിയ ഒരു അജിത്തിൻ്റെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. വീണ്ടും ഞാൻ ഒരു ഡയറക്ടറിൻ്റെ മൂവി നോക്കി തന്നെയാണ് ഇന്നലെ ആ പടത്തിന് പോയത്. ഇതിന് മുമ്പത്തെ ഡയറക്ടറിൻ്റെ പടി മാർക്ക് ആൻ്റണി ആയിരുന്നു. വിശാലിനെ എസ് സൂര്യനെ വെച്ചിട്ട് ആ ലെവൽ പുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡൈഹാർഡായ എന്താ പറയുക, അജിത്തിന് കൈ കിട്ടുമ്പോൾ പുള്ളി എന്താണ് കാണിച്ചു നോക്കണേ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അത് ഇവിടെ പൊളിച്ചടക്കിയിട്ടുണ്ട്. അതിന് വെച്ചിട്ട് വേറെ ലെവല്. അതിന് കട്ടക്ക് GV പ്രകാശ് മ്യൂസിക് ആയിട്ടുണ്ട്. പടം വേറെ ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തമിഴ് പക്ക മസാല, ഒരു ആക്ഷൻ കോമഡിക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ലോജിക്ക്, കഥ, ഇതെന്തിങ്ങനെ അതൊക്കെ പുറത്ത് വെച്ചിട്ട് ഒരു പക്ക തമിഴ് ഓഡിയൻസിൻ്റെ ഒക്കെ ഒപ്പം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ വർത്തായിട്ടുള്ള മൂവിയാണെന്ന് തന്നെ പറയാം. എനിക്ക് ഇന്നലെ ശരിക്കും താങ്ക്സ് പറയാനുള്ളത് വനിതയിൽ ഇന്നലെ രാത്രി 10:30 സ്ക്രീൻ 4 ഓഡിയൻസിനോടാണ്. പക്ക എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഓഡിയൻസിനൊപ്പം ഞാൻ പടം കണ്ടത്. എനിക്ക് ഈ പടം വർക്കായി. ഞാൻ പറയട്ടെ, നമ്മുടെ മാർക്ക് ആൻ്റണി പോലെയോ അല്ലെങ്കിൽ നമ്മുടെ മങ്കാതയ്ക്ക് പോലെ ഒരു ശക്തമായ കഥയൊന്നുമില്ല. ഒരു സ്പൂഫ് പരിപാടിയാണ് ഇവിടെ പിടിച്ചേക്കുന്നത്. കുറേ അജിത്തിൻ്റെ പടങ്ങളുടെ റെഫറൻസ് വരുന്നതുകൊണ്ട് കുറേ പഴയ വിൻറ്റേജ് പാട്ടുകൾ, വിൻറ്റേജ് ലുക്ക് ഇതിൻ്റെ അത് പറയുന്നുണ്ട്. നമ്മുടെ മങ്കാത്തയിലെ ക്യാരക്ടർ, അങ്ങനെ അജിത്തിൻ്റെ പല ക്യാരക്ടറൊക്കെ ഇതിലെ പുള്ളിയുടെ പല വേഷങ്ങളായിരുന്നുള്ള രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ആ ലെവലിലാണ്. അജിത്തിനെ മുമ്പത്തെ കുറച്ച് പടങ്ങളിലൊക്കെ പുള്ളിക്കൊരു പഴയ പോലെ ആക്ഷനൊന്നും പറ്റണില്ല എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ അത് പുള്ളി ഫുൾ എനർജറ്റിക്. പടം തുടങ്ങി തീരണത് വരെ നമ്മൾ അറിയത്തില്ല. ആ രീതിയിൽ നമുക്കൊന്ന് ഇതെന്തിങ്ങനെ ആ ലോജിക്കൊന്നും ചിന്തിക്കാനുള്ള ടൈം പോലും തരില്ല. ആ രീതിയിലാണ് സ്ക്രീൻ പ്ലേ പോകുന്നത്. മാർക്ക് ആൻ്റണിയുടെ സെയിം ഒരു ടെംപ്ലേറ്റിലാണ് അടിപ്പടം എടുത്തേക്കുന്നത്. പക്ഷേ GV പ്രകാശ് വരുമ്പോഴേക്കും അത് കൂട്ടിയിട്ടങ്ങ് കത്തിക്കുക തിയേറ്ററിൽ. എൻ്റെ പൊന്നോ, അജിത്തിൻ്റെ ലുക്കും ഡയലോഗും ആ ഒരു നടന്നു തന്നെ ഓറയൊക്കെ ഒരു കിഡിലിനായിരുന്നു. ഞാൻ ഇത്രയും ആസ്വദിച്ച് കണ്ട ഒരു അജിത്ത് പടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ ഞാൻ മങ്കാത കണ്ടായിരുന്നു. പക്ഷേ മങ്കാതയുടെ ഒരിക്കലും കമ്പയർ ചെയ്യാനല്ല, ഇത് കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ട് എനിക്ക് തോന്നി. ഈ പടത്തിൽ അജിത്തിനെ പ്രസൻറ്റ് ചെയ്തേക്കുന്ന രീതി എനിക്ക് എമ്പുരാനിൽ ഖുറേഷ് എബ്രാഹിമിന് ഇമാതിരിയൊക്കെ ഒരു സാധനം കൊടുത്തിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു തോന്നിട്ടോ. ഒരുപാട് കാസ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അജിത്തിനൊപ്പം തന്നെ പ്രസന്ന ഉണ്ട്, പ്രഭു ഉണ്ട്, ട്രിഷ ഉണ്ട്, നമ്മുടെ കൈദിയിലെ വില്ലൻ ഉണ്ടല്ലോ നമ്മുടെ അർജുൻ ദാസ് ദില്ലി, ആ പുള്ളിയുണ്ട്, പിന്നെ യോഗി ബാബു ഉണ്ട്, പിന്നെ സിമ്രാൻ ഉണ്ട്. അങ്ങനെ വൻ കാസ്റ്റാണ്. നമ്മുടെ പ്രിയ വാര്യരുണ്ട്, മലയാളി. പിന്നെ അജിത്തിൻ്റെ മകനായിട്ട് അഭിനയിച്ചേക്കുന്നത് നമ്മുടെ പൃഥ്വിരാജിൻ്റെയൊക്കെ ഇപ്പോൾ സലാറിലും എമ്പുരാനിലൊക്കെ എല്ലാം പൈനാണ്. എനിക്ക് തോന്നിയത് നെസ്ലിൻ പറഞ്ഞിട്ട് നെസ്ലിന് വന്ന റോളാണിത്. പിന്നെ ആലപ്പുഴ ജിങ്കാന കാരണം പോയതാണെന്ന്. എനിക്ക് അതിൻ്റെ അകത്ത് വലിയ അഭിപ്രായമൊന്നുമില്ല. കാരണം ആലപ്പുഴ ഇങ്ങനെ സ്വന്തം നാട്ടിലൊരു ഹിറ്റ് ഉണ്ടാക്കുന്ന ആളോ ഒരു അന്യഭാഷയിൽ പോയിട്ടൊരു ഹിറ്റിൽ അഭിനയിക്കുന്നത് നല്ലതെന്ന് നെസ്ലിന് തോന്നിക്കാണാം. എന്തായാലും ആ റോളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വോളണ്ടറി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഡോണ് തൻ്റെ മകൻ്റെ ഒരു ഇഷ്യൂവിന് വേണ്ടി വീണ്ടും ഒരു ഇൻവോൾവ് ആവുന്നു. നമ്മളിപ്പോൾ ജോൺ വിക്കി കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ അടുത്തിറങ്ങിയ ഒരു ഓഫീസറിൻ്റെ ഒരു കഥയായിട്ടൊക്കെ, കുഞ്ചാക്കോൻ്റെ ഓഫീസർ കഥയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു റിലേഷൻ ഉണ്ട് ഈ പടത്തിന്. പക്ഷെ എന്നിരുന്നാൽ പോലും ആദിക് രവിചന്ദ്രൻ തന്നെ മേക്കിംഗ് കൊണ്ട് പടം വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അതൊരു ചേസ് ഉണ്ട്, ഫൈറ്റൊക്കെ ആയിക്കോട്ടെ. നമുക്കൊരു മരണമാസനൊക്കെ നല്ലൊരു കോമഡി ആക്ഷൻ ആയിട്ടാണ് ഇത് പ്രസന്റ് ചെയ്തേക്കുന്നത്. ഈ അർജുൻ ദാസും വില്ലൻ വരുമ്പോഴേക്കും ആ ഒരു ഗാംഭീര്യമുള്ള ഇതിലേക്ക് വരുമ്പോഴേക്കും പുള്ളിയും ആ ഒരു കോമഡി ആക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ജാക്കി ഷെറോഫ് ഉണ്ട് ഈ പടത്തിൽ. സെക്കൻഡ് ഹാഫിൽ ഒരു ചെറിയ ഒരു പോർഷനിൽ ഷൈൻ ടോം വന്നിട്ട് ഈ ഒരു ചെറിയൊരു പൊക്കിയിട്ട് അടിക്കുന്നുണ്ട്. അത് കിഡിലായിരുന്നു കേട്ടോ. കുറേ ഇന്റർനാഷണൽ ലെവൽ ആൾക്കാരെ ഇതിനകത്ത് കാണിക്കുന്നത്. ആനിമേഷനാണ്, റീലാണെന്ന് പറഞ്ഞാൽ ആരും ഓടിപ്പോകണ്ടോ. ആ ലെവലിൽ പൊളിച്ചടക്കിയിട്ടുണ്ട് പടം. എന്തായാലും എനിക്ക് നമ്മളൊരു നിറഞ്ഞൊരു ഓഡിയൻസിൻ്റെ ഇടയിൽ കൂടി പടം പോയിട്ട് മസ്റ്റ് വാച്ച് ആയിട്ട് തവണ കാണാനുള്ളതുണ്ട്. നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസ എന്തായാലും വെർത്ത് ആയിക്കോളും. അതിനുള്ളത് പടത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ കുറച്ച് പോപ്കോൺ, പെപ്സിയൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടിരുന്ന് എൻ്റർടൈൻ ചെയ്ത് വരാനുള്ള എല്ലാം ഈ പടത്തിലുണ്ട്. അജിത്തിനെ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സ്വാഗിലും സ്റ്റൈലിഷ് ആയിട്ട് കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അജിത്തിനെ ഇതിൻ്റെ അത് പ്രസൻറ്റ് ചെയ്തേക്കുന്ന രീതി. അതിന് ആദിക് രവിചന്ദ്രനൊരു ഷൗട്ട് ഔട്ട്. അപ്പോൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. കാണാത്തവരാണെങ്കിൽ നിങ്ങൾ പക്ക ഒരു അജിത്ത് ഫാൻ അല്ലെങ്കിൽ ഒരു തമിഴ് മാസ് മസാല ആക്ഷൻ കോമഡിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല. ഞാൻ പറഞ്ഞ മാതിരി ലോജിക്കും കഥാ സ്ക്രിപ്റ്റൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പക്ക ഒരു അജിത്തിൻ്റെ ഒരു പൂണ്ടുകളികളിൽ കാണാനായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം. ഇതൊരു വൺ ടൈം വാച്ചബിൾ ആണെങ്കിലും എനിക്ക് പിന്നെയും കാണാൻ തോന്നി പടം. അത് പ്രസൻറ്റ് ചെയ്ത രീതിയിൽ OTT-ലേക്ക് വരുമ്പോൾ എന്തായാലും ഇത് റിപ്പീറ്റ് വാച്ച് ഉണ്ടാവും.
പിന്നെ ഇതിൻ്റെ അകത്ത് വിജയ് റെഫറൻസ് ഉണ്ട്, ഐ ആം വെയിറ്റിംഗ്, പിന്നെ നമ്മുടെ KGF റോക്കി ബോയുടെ വയലൻസ് ആ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലായില്ല, ആ രീതിയിലാണ് ഈ പടത്തിന് അവർ എടുത്തേക്കുന്നത്, അറ്റംപ്റ്റ് ചെയ്തേക്കുന്നത് ആ ഒരു രീതിയിലാണ്. ഒരു പക്ക ഒരു അഴിഞ്ഞാട്ടം, നിങ്ങളൊരു ലോജിക്കൊന്നും നോക്കാണ്ട് ഒരു കാണുന്ന രീതിയിൽ. അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.